കർത്താവിൽ പ്രിയ സഹോദരി സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരവസരം കർത്താവ് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വളരെ വിശദമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പഠനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ വാക്യങ്ങളെടുത്ത് ഒരു വിശകലനമായിട്ടുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഫലമായിട്ട് ഒരുപാട് വിഷയങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായി തീർന്നു. പഠനത്തിൻ്റെ ആഴങ്ങളോട് ഇറങ്ങിച്ചെന്ന് വിലയേറിയ സത്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തോടുകൂടി വിശദമായിട്ടുള്ള പഠനം ദൈവപ്പാൻ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനത്തിനായിട്ട് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 12 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിക്കുകയും കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻപടിയും പിൻപടിയും കിട്ടുമ്പോഴും ദീർഘക്ഷമയോടിരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിക്കുകയും നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, ഇരിക്കപ്പെടാതിരിക്കുവാൻ ഒരുവന്റെ നേരെ ഒരുവർക്കെതിരെ ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിന് ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുകയും സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സിലാക്കുകയും ഉള്ളവനല്ലോ. 12-ാം വാക്യം കൂടെ. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയെയോ മറ്റ് യാതൊന്നിനെയുമോ ചൊല്ലി സത്യം ചെയ്യരുത്. ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ മൂവൻ എന്ന് പറഞ്ഞാൽ മൂവൻ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് ഇരിക്കട്ടെ. കർത്താവിന്റെ മഹത്വം. നമ്മൾ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള ഭാഗങ്ങളിൽ ചിന്തിച്ചത് ദരിദ്രരായിരിക്കുന്ന പാവങ്ങളായിരിക്കുന്ന വിശ്വാസികളെ ചില ആൾക്കാർ ചൂഷണം ചെയ്യുന്നതിന് എതിരെ ശക്തമായ നിലപാടെടുത്ത ശക്തമായ ഭാഷയിൽ സംസാരിക്കുന്ന യാക്കോബിനെയാണ് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ 7 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോബ് വിശ്വാസികളുടെ ശ്രദ്ധയെ അവിടെ നിന്ന് വേറൊരു വിഷയത്തിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. അതിൻ്റെ 7-8 വാക്യങ്ങൾ നാം വായിക്കുന്ന ഇപ്രകാരമാണ്. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. കഴിഞ്ഞ വാക്യങ്ങളിൽ ശക്തമായ ഭാഷയിൽ അവരെ ശാസിച്ചിട്ട് വേറൊരു വിഷയത്തിലോട്ട് യാക്കോബ് അവരുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ ദീർഘക്ഷമയോടെ ഇരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുകയും കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കണം. ഇവിടുത്തെ ഉപയോഗിച്ചതിൻ്റെ ക്രിയാപദത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രതികാരം ചെയ്യാതെ, നിങ്ങൾ സ്വയം അതിന് പ്രതിവിധിയായിട്ടൊന്നും കാണാതെ ക്ഷമയോടെ ശാന്തതയോടെ സമാധാനത്തോടെ നിങ്ങൾ കാത്തിരിപ്പീൻ എന്നാണ് പറഞ്ഞു വരുന്നത്. കാരണം കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യാനായിട്ട് നിങ്ങൾ പോകരുത്. അവരഭിമുഖീകരിക്കേണ്ട സാഹചര്യങ്ങളെല്ലാം നാം കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിക്കുകയുണ്ടായി. ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും നിങ്ങളെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യുവാനായിട്ട് തുനിയരുത് എന്ന് അവരോട് വിശ്വാസികളോട് പറയാം. കാരണം അവർക്കുള്ള ശിക്ഷാവിധി ദൈവം നടത്തിക്കൊള്ളും എന്ന് അവരെ മുന്നറിയിക്കുകയാണ്. നമുക്കറിയാം, ആദിമസഭ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് അവരുടെ കാലഘട്ടത്തിൽ തന്നെ നടക്കും എന്നായിരിക്കുന്ന പ്രതീക്ഷയാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രതീക്ഷ അതായിരുന്നു, താൻ ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് തന്നെ
കർത്താവിൻ്റെ വരവ് നടക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെയാണ് പൗലോസ് അപ്പോസ്തലൻ ജീവിച്ചിരുന്നത്. നമ്മൾ പുതിയ നിയമത്തിലോട്ട് കടന്നു വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനെപ്പറ്റി 3 പ്രത്യേകമായിട്ടുള്ള ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവൻ്റെ വരവിനെപ്പറ്റി ചിന്തിച്ചു വരുമ്പോൾ അവൻ്റെ രണ്ടാം വരവിനുള്ള ബന്ധത്തിൽ 3 പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് പറോഷ്യ എന്നും, 2 എപ്പിഫാനിയ എന്നും, 3 അപ്പോക്കാലിപ്സിസ് എന്നും. 3 ഗ്രീക്ക് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 3 കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത് പറോസ്യ എന്നായിരിക്കുന്ന ഒരു യവന ഒരു ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പുതിയ നിയമത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 27-ാം വാക്യം, 37-ാം വാക്യം, 39-ാമത്തെ വാക്യം, 1 തെസ്സലോനിക്യർ 2:19, 3:13, 4:15, 5:23, 2 തെസ്സലോനിക്യർ 2:1, 1 കൊരിന്ത്യർ 15:23, 1 യോഹന്നാൻ 2:28, 2 പീറ്റർ 1:16, 3:4. ഈ ഭാഗങ്ങളെല്ലാം ഈ പ്രത്യേകമായിട്ടുള്ള പറോസിയ എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ബൈബിളിന് വെളിയിലായിട്ട്, ബൈബിളിന് പുറത്തായിട്ട് ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അവരുടെ സംസാര ഭാഷയിലൊക്കെ ഈ പറോസിയ എന്ന പദങ്ങൾ ബൈബിളിന് വെളിയിലായിട്ട് അവരുടെ സംസാരങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അവിടെ ഉപയോഗിക്കുന്നത് ആരുടെയെങ്കിലും ഒരു വ്യക്തിയുടെ സാന്നിധ്യം, അത് അല്ലെങ്കിൽ ആരുടെ വരവിന് വേണ്ടി കാത്തിരിക്കും. അത് സാധാരണ സംസാരങ്ങളിൽ ഉപയോഗിക്കുന്ന പദമാണ്. ആരെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു, അവരെ വരുവാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നതിനും പറോസിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടായിരിക്കുന്ന വിഷയം പ്രസൻസ് ആഫ്റ്റർ ആബ്സെൻസ്, അതായത് അവധിക്കാലം കഴിഞ്ഞ ശേഷം മടങ്ങി വരുന്നതിനെയാണ് പറോസ്യ എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് കർത്താവായ യേശുക്രിസ്തു കുറച്ച് കാലഘട്ടങ്ങളിൽ ആബ്സെൻസ് ആയിരുന്നു ഭൂമിയിൽ, അതിന് ശേഷം വീണ്ടും അവൻ വരുന്നു എന്നുള്ളായിരിക്കുന്ന ഒരു അർത്ഥത്തിലാണ് പറോസ്യ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ പറോസ്യ എന്ന വാക്കിന് 2 വ്യത്യസ്തമായിരിക്കുന്ന ഉപയോഗ രീതികളുണ്ട്. ഒന്ന്, ഒരു രാജ്യത്തെ സൈന്യം വേറൊരു രാജ്യത്ത് കടന്നു ചെന്ന് അധിനിവേശം നടത്തുന്നതിന് ഈ പറോസ്യ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട്, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രവിശ്യ സന്ദർശിക്കുവാനായിട്ട് വരുന്നതിന് ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വരുമ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തു രാജാവായിട്ട് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി, തൻ്റെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി, രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വരുന്നതിനൊക്കെ ഈ പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഈ വാക്ക് താൻ ഭൂമിയിൽ തൻ്റെ ആധിപത്യം സ്ഥാപിക്കുവാൻ തൻ്റെ പ്രജകളുമായിട്ട് വരുന്നു എന്നുള്ള അർത്ഥമാണ് നമുക്കിന് കൊടുക്കുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ യാക്കോബ് തൻ്റെ വിശ്വാസത്തിന് ധൈര്യപ്പെടുത്തുന്നതിന് നിങ്ങൾ കർത്താവിൻ്റെ വരവിനായി, അഥവാ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിപ്പീൻ എന്നുള്ളായിരിക്കുന്ന ഒരു ആഹ്വാനമാണ് അവർക്ക് കൊടുക്കുന്നത്. അവൻ വരുവാൻ പോവുകയാണ്. വന്നു കഴിയുമ്പോൾ അവൻ്റെ സാമീപ്യവും അവരുടെ സാന്നിധ്യവും അവരുടെ നിറവും നിങ്ങൾ അനുഭവിച്ചറിയാൻ പോവുക. അതുകൊണ്ട് അവൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിപ്പീൻ. എങ്ങനെ കാത്തിരിക്കണം എന്നാണ് പറയുന്നത്? ഏത് നിലയിൽ കാത്തിരിക്കണമെന്ന് അവരെ ഓർപ്പിക്കുവാനായിട്ട് പ്രവൃത്തിയിൽ നിന്നും അവർക്ക് മനസ്സിലാക്കുന്ന നല്ലൊരു ദൃഷ്ടാന്തം എടുത്തുകൊണ്ടാണ് യാക്കോബ് അവരെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണമെന്ന് അവരെ ഓർപ്പിക്കുന്നത്. അതെങ്ങനെയാണ് യാക്കോബ് പറയുന്നത്? കൃഷിക്കാരൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങൾ കാത്തിരിക്കും. നല്ലൊരു ഉദാഹരണമാണ് എടുത്ത് ഉദ്ധരിക്കുന്നത്. ഇത് പറയുമ്പോൾ സകല കേൾവിക്കാർക്കും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഭൂമിയിൽ നിന്നും വിലയേറിയ ഫലം കിട്ടും എന്ന പ്രതീക്ഷയോടെ ഒരു കർഷകൻ കാത്തിരിക്കുന്നു. അവനെങ്ങനെയാണ് കാത്തിരിക്കുന്നത്? മുൻമഴയും പിന്മഴയും കിട്ടുമ്പോഴും അവന്
കാത്തിരിക്കണം. നട്ടു കഴിഞ്ഞ ഉടനെ ആരും ഫലം കൊയ്യാറില്ല. ചില മാസങ്ങൾ നാം കാത്തിരിക്കണം. നാം ഇറക്കുന്ന കൃഷി നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ഒക്കെ കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും. വൃക്ഷങ്ങളിൽ നിന്നും അത് സീസണിലാണ്, ചിലപ്പോൾ 1 വർഷം ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അതുവരെ ആ കൃഷിക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുക. അത് വിളഞ്ഞ് പാകമാകുമ്പോൾ അത് എടുക്കാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി അവൻ കാത്തിരിക്കുക. അങ്ങനെ ഒരു കൃഷിക്കാരൻ ക്ഷമയോടെ, ദീർഘക്ഷമയോടെ, പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ നിങ്ങളും കർത്താവിൻ്റെ വരവിനായി, അഥവാ അവനെ കാണുവാനായിട്ട്, അവൻ്റെ മുഖം കാണുവാനായിട്ട്, അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട്, അവൻ്റെ സാമീപ്യം അനുഭവിച്ചറിയുവാനായിട്ട് ദീർഘക്ഷമയോടെ നിങ്ങൾ കാത്തിരിപ്പീൻ. എത്ര നാളാണ് ഒരു കൃഷിക്കാരൻ ഫലം കിട്ടാനായി ക്ഷമയോട് കാത്തിരിക്കുന്നത്? അതിനുപയോഗിച്ചിരിക്കുന്ന 2 അനാലജി, 2 പ്രത്യേകമായിരിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒന്ന്, മുൻമഴയ്ക്കായി കാത്തിരിക്കണം. അവൻ മുൻമഴയ്ക്കായിട്ട് കാത്തിരിക്കണം. ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ് പാലസ്തീനിലും അതിൻ്റെ സമീപപ്രദേശങ്ങളിലും മുൻമഴ, ഫസ്റ്റ് റെയിൻ കടന്നു വരുന്നത്. ഈ ഒന്നാമത്തെ മഴ കടന്നു വരുമ്പോൾ കൃഷി ഇറക്കുവാനായിട്ട്, വിളകൾ ഇറക്കുവാനായിട്ട് ഭൂമി തയ്യാറാവും. മഴ പെയ്ത് ഭൂമി സോഫ്റ്റ് ആവും. ആ ഒന്നാമത്തെ മഴ സമയമാകുമ്പോൾ വിത്ത് വിതയ്ക്കുകയും നടുകയും ചെയ്യുന്ന സമയമാണ്. അത് നടീലിൻ്റെ മാസമാണ്, മുളയ്ക്കുന്ന മാസമാണ് ഈ ഒന്നാമത്തെ മഴ എന്ന് പറയുന്നത്. അത് ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ. അപ്പോൾ അവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഏത് സമയത്താണ് എനിക്ക് വിള ഇറക്കുവാനായിട്ട് പറ്റിയ സമയം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുക. ആ ഒന്നാമത്തെ മഴ പെയ്ത് കഴിയുമ്പോഴേക്കും അവൻ മാനസികമായി തയ്യാറാവുന്നു. ഭൂമി അവന് വേണ്ടി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു, എല്ലാം റെഡിയായിരിക്കുന്നു, വിത്ത് വിതയ്ക്കുവാൻ ആരംഭിക്കുകയാണ്. അത് മുൻമഴ എന്ന് പറയും. രണ്ടാമത്തേത് പിന്മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പിന്മഴ എന്ന് പറയുന്ന മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ പെയ്യുന്ന മഴയാണ് പിന്മഴ. ആ സമയങ്ങളിലാണ് പിന്മഴ പെയ്യുന്നത്. ഇത് വിളവെടുക്കുവാനായിട്ടുള്ളതായിരിക്കുന്ന ഒരു സമയമാണ്. ഈ മഴ പെയ്യുമ്പോഴേക്കും അവൻ്റെ കൃഷി പാകമായിരിക്കുന്നു, അത് വിളവെടുക്കുന്നതായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ കാലയളവിൽ, അതായത് മുൻമഴ മുതൽ പിന്മഴ വരെ ഒരു കർഷകൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ എത്ര മനോഹരമായിരിക്കുന്ന അവർണമാണ്. ശ്രദ്ധിക്കണം. പ്രകൃതിയിൽ എടുത്ത് മനോഹരമായ നിലയിൽ, അവർക്ക് മനസ്സിലാക്കത്തക്ക നിലയിൽ, ഒരു ചോദ്യവും മനസ്സിലുണ്ടാകാത്ത നിലയിൽ ഭംഗിയായി അവതരിപ്പിക്കുകയാണ്. ഒരു കൃഷിക്കാരൻ മുൻമഴയ്ക്ക് വേണ്ടിയും പിന്മഴയ്ക്ക് വേണ്ടിയും ക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? വിശ്വാസികളും കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കണം എന്ന് പറയുക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിക്കുന്നുണ്ടായി, യാക്കോബ് ഈ ലേഖനം എഴുതുമ്പോൾ വിശ്വാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ? ഏത് സാഹചര്യങ്ങളാണ് യാക്കോബ് ഈ ലേഖനം എഴുതുന്നത്? വിശ്വാസികൾ ശക്തമായ ഉപദ്രവം നേരിടുന്ന സമയമാണ്. പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്, ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്, പിടിച്ചുപറിയുണ്ട്, കൊള്ളയടിക്കുന്നുണ്ട്, കൂലി ലഭിക്കുന്നില്ല, കൊലപാതകം നടക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് യാക്കോബ് ഈ ലേഖനം വിശ്വാസികളെ എഴുതി അറിയിക്കുന്നത്. ഇതാണ് ഈ ലേഖനത്തിൻ്റെ പശ്ചാത്തലം. ഈ പശ്ചാത്തലം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം ഈ വാക്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട്. അപ്പോൾ അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ശക്തമായ മാനസിക സംഘർഷങ്ങളിൽ കടന്നു പോകുന്നതായിരിക്കുന്ന വിശ്വാസികളാണ്. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ ജീവിതത്തെ അഭിമുഖീകരിക്കുമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ യാക്കോബ് പറയാണ്, കൃഷിക്കാരൻ വിളവിന് വേണ്ടി കാത്തിരിക്കുന്ന പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ, ഇതിന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക്, അഥവാ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഇത്തരം ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ, പിടിച്ചുപറി, ചൂഷണം, കൊള്ളയാടി, നിങ്ങൾക്ക് അധ്വാനിക്കുന്നതിന് കൂലി ലഭിക്കാതിരിക്കുക, ഇങ്ങനെയുള്ളായിരിക്കുന്ന പരിമിതമായിരിക്കുന്ന പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം ലഭിക്കേണ്ടത് ആവശ്യമല്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകേണ്ട ആവശ്യമാണല്ലോ.
ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പോകാനായിട്ട് പറ്റുകയില്ലല്ലോ. ദൈവത്തിന് നീതിയുണ്ട്, അവൻ നീതിമാനാണ്. അപ്പോൾ ദൈവം തൻ്റെ നീതിയെ വെളിപ്പെടുത്തിയേ മതിയാവുകയുള്ളൂ. ജീവകാലം മുഴുവൻ ഉപദ്രവവും പീഡനവും സഹിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുകയില്ല. അതിന് പരിഹാരം ഉണ്ടാകണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാണ്, ഇതിന് പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ്. അതെപ്പോഴാണ് ഉണ്ടാകാൻ പോകുന്നത്? കൃഷിക്കാരൻ ക്ഷമയോടെ കാത്തിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ അക്ഷമേരായിട്ട് കാത്തിരിക്കണം എന്ന് പറയുകയാണ്. അതായത് ശാന്തതയോടുകൂടി, സമചിത്തതയോടുകൂടി, പ്രതികാരം ചെയ്യാതെ സമാധാനപ്രിയരായി പ്രതീക്ഷയോടെ നിങ്ങൾ എല്ലാറ്റിനും പരിഹാരം ഉണ്ടാകും എന്നുള്ള ആയിരിക്കുന്ന വിശ്വാസത്തോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക. ചിലർ ഈ വാക്യത്തെ വേറെ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. മുൻമഴയും പിന്മഴയും വേറെ രീതി വ്യാഖ്യാനിക്കാറുണ്ട്. ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് മുൻമഴ എന്ന് പറയുന്നത് ആദ്യത്തെ പെന്തക്കോസ്ത്, പിന്മഴ എന്ന് പറയുന്നത് രണ്ടാമത്തെ പെന്തക്കോസ്ത്. അതായത് മുൻമഴ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പെന്തക്കോസ്തിൽ സഭ ആരംഭിച്ചു. പിന്മഴ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അനുഭവം തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പായിട്ട് ഒന്നും കൂടി ആരംഭിക്കുന്നു. അത് പിന്മഴ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവമക്കളെ, ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് ഈ ലേഖനത്തിൽ ഒരിടത്ത് പോലും സഭയുടെ ആരംഭത്തെ പറ്റിയോ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ പറ്റിയോ പെന്തക്കോസ്ത് നാളിനെ പറ്റിയോ ആത്മാവിനെ പറ്റിയോ ഒന്നും യാക്കോബ് പറയുന്നില്ല. യാക്കോബ് എന്താണ് ഈ ലേഖനത്തിലുടനീളം പറയുന്നത്? യാക്കോബിൻ്റെ വിഷയം എന്ന് പറയുന്നത് വിശ്വാസികൾ ചെറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാണ്. ഉപദ്രവവും കഷ്ടവും പീഡനവും പ്രലോഭനങ്ങളും പരീക്ഷയും കഷ്ടതയും ചൂഷണവും കൂലി ലഭിക്കാതിരിക്കുന്നതും കൊലപാതകവും ഇങ്ങനെയുള്ള ആയിരിക്കുന്ന അനുഭവങ്ങളിൽ കൂടിയാണ് ആര് കടന്നു പോകുന്നത്? യാക്കോബ് എഴുതുന്ന വിശ്വാസ സമൂഹം കടന്നു പോകുക. അങ്ങനെയാണുമ്പോൾ എങ്ങനെയാണ് ആദ്യത്തെ പെന്തക്കോസ്തും രണ്ടാമത്തെ പെന്തക്കോസ്തും ആകുന്നത്? ഇതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇവിടെ യാക്കോബ് പറയുമ്പോൾ ഇവർ നാനാ പരീക്ഷയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതാണ് ഒന്നാമത്തെ വാക്യം ചിന്തിച്ചത്. നിങ്ങൾ നാനാ പരീക്ഷയിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങൾ സന്തോഷിപ്പിക്കും. ഇങ്ങനെയുള്ള ബഹുവിധമായ വിഷയങ്ങളെ ഓർത്ത് മനമൊന്ത് മനം ഒരുകി നിങ്ങളുടെ നിയന്ത്രണത്തിനപ്പുറത്ത് കടന്നു പോകാതെ, അതായത് അക്ഷമരാകാതെ കർത്താവ് വരുമ്പോൾ ഇതിന് പരിഹാരം നൽകിത്തരും എന്നുള്ള വിശ്വാസത്തോടെ മുമ്പോട്ട് പോകുവിൻ എന്നവർ ആഹ്വാനം ചെയ്യാം. അതായത് കർത്താവ് ഈ ഭൂമിയിൽ തൻ്റെ ഭരണം ഏറ്റെടുക്കുമ്പോൾ, അഥവാ ഭരണം താൻ ഈ ഭൂമിയിൽ ഏറ്റെടുക്കുന്ന നാൾ വരെ വിശ്വാസികൾ ഇത്തരം കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകണം. സഭ ആരംഭിച്ച കാലഘട്ടം മുതൽ നാളിതുവരെ ക്രൈസ്തവ സഭ വിധങ്ങളായിരിക്കുന്ന പീഡനങ്ങൾ കൂടി കടന്നുപോയ ചരിത്രമാണുള്ളത്. എല്ലാ കാലവും സഭ ഉപദ്രവവും നേരിട്ടിട്ടുണ്ട്, ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്നു, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ക്രൈസ്തവ സഭ വിശ്വാസത്തിന് വില കൊടുത്ത സഭയാണ്, രക്തമൊഴുക്കിയ സഭയാണ്. അങ്ങനെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് സഭ എന്ന് പറയുന്നത്. പീഡനങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എന്നാൽ യാക്കോബ് പറയുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൻ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ വിശ്വാസികളുടെ കഷ്ടത അതോടുകൂടി എന്നേക്കുമായി അവസാനിക്കും. ഇപ്പൊ ക്രിസ്തു രാജ്യം സ്ഥാപിക്കുന്ന നാൾ വരെ വിശ്വാസ സമൂഹം ഇങ്ങനെ ബഹുവിധമായ കഷ്ടത്തിൽ കൂടി കടന്നു പോകേണ്ടത് ആവശ്യമാണ്, കടന്നുപോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് യാക്കോബ് ഓർപ്പിക്കുന്നത് അവൻ വരുന്ന നാൾ വരെയും നിങ്ങൾ എന്ത് ചെയ്യണം? ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കുക, കൃഷി ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഫലമെടുക്കുന്ന നാൾ വരെ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ വിശ്വാസം നിൽക്കുക, സുവിശേഷം പ്രസംഗിക്കുക, കർത്താവിനെ ആരാധിക്കുക, അവനെ മഹത്വപ്പെടുത്തുക. നിങ്ങളുടെ കടമകൾ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഏത് ദൗത്യമാണ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം ചെയ്യുക. പ്രതിസന്ധികളെ ഓർത്ത് പതറിപ്പോകേണ്ട ആവശ്യമില്ല. ക്രിസ്തു എപ്പോൾ വരുന്നുവോ അന്ന് നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് സ്റ്റോപ്പ് വീഴാൻ പോവുകയാണ്, അതിര് വീഴാൻ പോവുകയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവചനത്തിൻ്റെ കലണ്ടറിൽ
ഏത് നിമിഷവും സംഭവിക്കാവുന്നതാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത്. ഏത് നിമിഷവും സംഭവിക്കാം. തീത്തോസ് ലേഖനം 2:13 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷാവായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തിരിക്കണം. അപ്പോൾ സഭ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു? മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷയ്ക്കായിട്ട് നാം കാത്തിരിക്കണം. അപ്പോൾ സഭ അവൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക. മത്തായിയുടെ സുവിശേഷം 24:44 നാം വായിക്കുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ നനയാത്ത നാഴികയിൽ മനുഷ്യത്വം വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിക്കും. അപ്പോൾ കാത്തിരിക്കുകയും ഒരുങ്ങിയിരിക്കുകയും ചെയ്യണമെന്ന് പാലിക്കുന്ന ഒരു ആഹ്വാനമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അത് ഏത് സമയത്തും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുവരെയും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിപ്പീൻ. പ്രതിസന്ധിയിൽ പതറിപ്പോകാതെ, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിപ്പോകാതെ, പ്രതികരിക്കാതെ, സഹിഷ്ണുതയോടുകൂടി, അക്ഷമയോടുകൂടി നിങ്ങൾ കാത്തിരിപ്പീൻ എന്ന് പറയുക. 9-ാം ഭാഗത്തിൽ കടന്നു വരുമ്പോൾ, സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കും. ഇത്രയും പറഞ്ഞിട്ട് വേറെ വാക്യത്തിലോ കിടക്കുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവന്റെ നേരെ ഒരുവൻ എന്ത് ചെയ്യരുത്. ആ വാക്യത്തിൽ ആ ട്രാൻസ്ലേഷൻ എന്താ പറയുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കരുത്, ഒരുവൻ മറ്റൊരുവനെ പകയോടെ വീക്ഷിക്കും. പകയോടെ വീക്ഷിക്കരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ വന്നു നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ഈ ലോക ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും അവിചാരിതമായിട്ടായിരിക്കും കടന്നു വരുന്നത്. ഇങ്ങനെയുള്ള ആയിരിക്കുന്ന അപ്രത്യക്ഷമായ സമയങ്ങളിൽ ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പരസ്പരം പഴി ചാരുന്നത് സാധാരണ കണ്ടുവരുന്ന പ്രവണത. പരസ്പരം പഴിയാരും. ചില സന്ദർഭങ്ങളിൽ സമ്മർദ്ദങ്ങൾ കടന്നു വരുമ്പോൾ ചിലരെന്ത് ചെയ്യുന്നു? കോപിഷ്ഠരാകും. ചിലരെ പൊട്ടിത്തെറിയും. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും കാണാതിരിക്കുകയോ എന്തെങ്കിലും സാധനങ്ങൾ മിസ്പ്ലേസ് ആവുകയോ ചെയ്യുമ്പോൾ ഭാര്യ ഭർത്താക്കൾ പരസ്പരം പഴിയാരും. അവർ തമ്മിലൊരു വഴക്കാവും. നിസ്സാര സംസാരമായി വഴക്കായി വലിയ പ്രശ്നങ്ങളായി. നിസ്സാര കഷ്ടങ്ങൾ പരസ്പരം പഴിയാരും. യാക്കോബ് പറയുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് പിരിമുറുക്കങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ജീവിതത്തിലെ പ്രതിസന്ധി കടന്നു വരുമ്പോൾ നിങ്ങൾ ആരും ആരെയും പഴി ചാരുവാനായിട്ട് പാടില്ല, അങ്ങനെ ശ്രമിക്കരുത് എന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ഒരുവൻ്റെ നേരെ ഒരുവൻ ഞരങ്ങരുത് എന്ന് പറയുക. അതായത് ഡു നോട്ട് ബി ഫ്രസ്ട്രേറ്റഡ്. പൊട്ടിത്തെറിക്കുവാനായിട്ട് പാടില്ല. ക്ഷമ നഷ്ടപ്പെടുവാനായിട്ട് പാടില്ല. പരിഭവം പ്രകടിപ്പിക്കരുത്. കോപാകുലരായി തീരരുത്. പ്രതികാരത്തിനായി നിങ്ങൾ ഒരുങ്ങുവാനായിട്ട് പാടില്ല. നിങ്ങൾ ക്ഷമ പാലിക്കണമെന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ ശേഷം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ജീവിത അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ ആരാണ് ശാന്തമായിരിക്കുന്നത്? നമ്മളെല്ലാവരും പ്രതികരിക്കും. വിശ്വാസത്തിലായി നമ്മളെല്ലാം പ്രതികരിക്കാറുണ്ട്. ഇങ്ങനെ ഉപദ്രവങ്ങൾ കടന്നു വരുമ്പോൾ, പീഡനങ്ങൾ കടന്നു വരുമ്പോൾ, അധ്വാനിച്ച കൂലി ലഭിക്കാതിരിക്കുമ്പോൾ, ഉപദ്രവങ്ങൾ സഹിക്കുമ്പോൾ ആരും പ്രതികരിക്കും. ആരുടെയും ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടാകും. കാരണം സാഹചര്യങ്ങൾ അങ്ങനെയാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് നാം പൊട്ടിത്തെറിച്ചു പോകും. അത് മനുഷ്യമായിട്ടുള്ള സ്വഭാവമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാവരും സകല വിശ്വാസികളും പ്രതികരിക്കാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. യാക്കോബ് ഓർപ്പിക്കുന്നത്, നിങ്ങളുടെ സമനില തെറ്റി എന്തെങ്കിലും നിലയിൽ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു പ്രതിസന്ധി കടന്നുപോയി മാനസികമായിട്ട് ഒരു വിഭ്രാന്തിയായി എന്തെങ്കിലും നിലയിൽ നിങ്ങൾ പ്രതികരിക്കാൻ പോയാൽ, യാക്കോബ് ഓർപ്പിക്കുന്നത്, അത് പിന്നത്തേതിൽ നിങ്ങളുടെ ന്യായവിധിക്ക് കാരണമായി തീരരുത്. നിങ്ങളുടെ ശിക്ഷാവിധിക്ക് അത് കാരണമായി തീരരുത്.
അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയാണ് അവൻ്റെ ആത്മജീവിതം പരിപോഷിപ്പിക്കേണ്ടത്? സാഹചര്യം അങ്ങനെയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കുവാനുള്ള ആൾക്ക് സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത്ര സംഘർഷങ്ങളാണ്, സമ്മർദ്ദങ്ങളാണ്. ബാക്കിയെല്ലാം വിടാം. നമുക്ക് ഒരു പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് കൂലി കിട്ടുന്നില്ലെങ്കിൽ, തരുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ മനോഭാവം? ഇങ്ങനെ സാർവത്രികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ കടന്നുപോയിട്ട് യാക്കോബ് പറയാൻ, നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കോപം അവിടെ പ്രകടിപ്പിക്കുന്നുവെങ്കിൽ യാക്കോബ് പറയുന്നത് അത് പിന്നത്തേതിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിക്ക് ദുഃഖത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടവരരുത്. നാം എല്ലാവരും പരാജയപ്പെടുന്ന ഒരു മേഖലയായിരുന്നു. ഞാൻ ഉൾപ്പെടെ പരാജയപ്പെടുന്ന ഒരു മേഖലയാണ്. നാം എല്ലാവരും പ്രതികരിക്കാറുണ്ട്. കോപമില്ലാത്തവരും പ്രതികരിക്കാത്തവരും ആരും തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല. എല്ലാവരും പ്രതികരിക്കുന്നവരാ. എന്നാൽ യാക്കോബ് നേരത്തെ അഡ്വാൻസായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷാവധി ഉണ്ട് എന്ന് യാക്കോബ് 5:2 പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നുള്ള വായിക്കാം. 5:2 എന്താണ് അവർക്ക് ശിക്ഷാവധി? നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവരിച്ചും പോയി, നിങ്ങളുടെ പൊന്നും വെള്ളിയും കറ പിടിച്ചു. ആ കറ നിങ്ങളുടെ നേരെ സാക്ഷിയാകും. അത് തീ പോലെ നിങ്ങളുടെ ജഡത്തെ തിന്നുകളയും. അന്ത്യകാലത്ത് നിങ്ങൾ നിക്ഷേപങ്ങളെ ശേഖരിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബ് നേരത്തെ പറയുകയുണ്ടായി, നിങ്ങളെ ഉപദ്രവിക്കുന്നവരായിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അവരുടെ മേൽ ദൈവം എന്തെങ്കിലും നടപടി എടുക്കുമോ? ദൈവം നീതിമാനായിട്ട് പ്രവർത്തിക്കുമോ? അതോ കേവലം നിങ്ങളെ ദൈവം ഇങ്ങനെ വലിയ സംഘർഷങ്ങൾ കടത്തി വിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണോ ദൈവം ചെയ്യുന്നത്? അല്ല. ദൈവം എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കുന്നുണ്ടോ എന്ന് യാക്കോബ് അഡ്വാൻസായിട്ട് പറയുകയാണ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ധാന്യം എന്ത് ചെയ്യുന്നു? അഴുകിയും നിങ്ങളുടെ വസ്ത്രം ചിതലരിച്ചും പൊന്ന് വെള്ളി ഇവ കരപിടിച്ചും പോകും. ധനവാന്മാരോട് പറയുകയാണ്, നിങ്ങൾ സമ്പാദിക്കുന്നു. ഏത് നിലയിലാണ് സമ്പാദിക്കുന്നത്? ചൂഷണം ചെയ്തും അടിച്ചമർത്തിയും പിടിച്ചു പറിച്ചും കൊലപാതകം നടത്തിയും നിങ്ങൾ സമ്പാദിക്കുക. എവിടെ കൂട്ടിവെച്ചിരിക്കുന്നു? തലമുറകൾക്ക് വേണ്ടി കൂട്ടിവെച്ചിരിക്കുക. യാക്കോബ് പറയാണ്, നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുന്ന നിങ്ങളുടെ ധനം, അതായത് കലവറയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വലിയ വില കൊടുത്തുള്ളായിരിക്കുന്ന ധാന്യങ്ങൾ, അതെന്ത് ചെയ്യുന്നു? അഴുകിപ്പോകുന്നു. മാത്രമല്ല നിങ്ങളുടെ വസ്ത്രം എന്ത് സംഭവിക്കുന്നു? അത് പുഴു തിന്നുന്നു. വേറെ പരിഭാഷയിൽ ചിതൽ തിന്നുന്നു എന്നാ പറയുന്നത്. ചിതലാണ് ഏറ്റവും നല്ല ഭാഷ. നിങ്ങൾ അടുക്കിയടുക്കി വെച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നു? ചിതല് തിന്നുപോകും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 1 മാസത്തേക്ക് ഗുജറാത്തിൽ പോയി. ഗുജറാത്ത് ബോംബെ ഒക്കെ കറങ്ങി 1 മാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വീടിനകത്ത് മുറിക്കകത്ത് നിന്നപ്പോൾ എന്തോ ചില ശബ്ദം കേട്ടു. എവിടെയാണെന്നറിയാൻ വേണ്ടി നോക്കി ചെന്നപ്പോൾ അലമാരിക്കകത്ത് ആ ശബ്ദം. അലമാരിക്കകത്ത് നോക്കിയപ്പോൾ എലി പ്രസവിച്ച് ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ കിടക്കുന്നു. അത് ഓരോന്നെടുത്ത് നോക്കിയപ്പോൾ പല തുണികളും കട്ടായി, എല്ലാം അത് കരണ്ട് കഴിഞ്ഞു. അതിനകത്ത് ഒരു സാരി ഞാൻ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അതൊറ്റ നോട്ടത്തിൽ കണ്ടാൽ ഇടുക്കിയുടെ മാപ്പ് പുറക്കിരിക്കും. എന്തെന്നറിയാമോ? ഇത് കരണ്ട് പോയി, ഉപയോഗിക്കാതെ വെച്ചിരിക്കുക. അതെവിടെ യാക്കോബ് പറയുന്നത് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ശേഖരിച്ചു വച്ചിരിക്കുക. അവസാനം എന്ത് സംഭവിക്കുന്നു? ചിതലരിച്ച് പോകുന്നു. കൂട്ടി വെച്ചിരിക്കുക. വിലപിടിപ്പുള്ള സാധനങ്ങൾ അവർ സമ്പത്തായിട്ട് അവിടെ കൂട്ടി വെച്ചിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, വിശിഷ്ടമായിരിക്കുന്ന ബാബിലോണിയ അങ്കികളൊക്കെ ഉണ്ട്, വിശിഷ്ട വസ്ത്രങ്ങളുണ്ട്. അത് ധരിക്കാൻ വേണ്ടിയുള്ളതല്ല, വേറൊരു സമ്പത്തായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുക. ധനവാന്മാരെ, നിങ്ങൾ വെച്ചിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യുന്നു? മുഴുവരിച്ചു പോകുന്നു, ചെതരിച്ചു പോകുന്നു. മാത്രമല്ല പൊന്നെ വെള്ളി വിലയേറിയ സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? അത് കറ പിടിച്ച് പോകുന്നു. അപ്പം നിങ്ങൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ടും ചൂഷണം ചെയ്ത് പിടിച്ചു പറിച്ചും സമ്പാദിച്ചതൊക്കെ നിലനിൽക്കുന്നുണ്ടോ? അത് നഷ്ടമായി പോകുന്നു. രണ്ടാമത് ഞങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട്, അറുമാടിനെ കൊല്ലുന്നത് പോലെ അവരുടെ ജീവനെ ദൈവം എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്ന് എടുത്തു കളയുന്നു. വലിയ ന്യായവിധിയാ സംഭവിക്കാൻ പോകുന്നത്. ഒരു അറുമാട് എങ്ങനെ കൊല ചെയ്യപ്പെടുന്നുവോ അതേ മാതിരി ദൈവം നിന്റെയൊക്കെ ജീവനെയും എടുത്ത് കളയും. പിന്നെ പറയുന്നു, നിങ്ങളെ എന്നേക്കുമായി നിത്യ നരകാഗ്നിയിലേക്ക് എറിഞ്ഞു കളയും എന്ന് പറയുക. തീയുടെ അനുഭവത്തിലോട്ട്, നിത്യ നരകത്തിലോട്ട് എറിഞ്ഞു കളയുമെന്ന്
യാക്കോബ് പറയുക. ഇങ്ങനെ 3 നിലകളിൽ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നവരെ ദൈവം ന്യായം വിധിക്കുമെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ മാനസികമായി തളർന്നു പോകുന്നു? ദൈവം പ്രതികാരം ചെയ്യുന്നവനാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായി ഇരുന്നു കൊള്ളുകയും ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന് അഡ്വാൻസ് പറഞ്ഞിട്ട് പറയാണ്, നിങ്ങൾ ക്ഷമയോടെ കൃഷിക്കാരൻ കാത്തിരിക്കുന്ന പോലെ നിങ്ങൾ കാത്തിരിപ്പീൻ. ദൈവം തക്ക സമയത്ത് ഇങ്ങനെയുള്ള മേൽ പ്രതിക്രിയ നടത്തിയിരിക്കും. ദൈവം ന്യായം വിധിക്കും, അല്ലെങ്കിൽ ദൈവം ന്യായമായ ദൈവമല്ല, ദൈവം നീതിമാനാണ് എന്ന് അഡ്വാൻസ് പറഞ്ഞിരിക്കുക. എന്നിട്ട് പറഞ്ഞിടുകയാണ്, യാക്കോബ് വിശ്വാസികൾ പറയാനുള്ളത്, സാമൂഹിക ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന കൈപ്പേറിയ അനുഭവങ്ങളോട് എന്ത് ചെയ്യണം? പ്രതികരിച്ച് അത് നിങ്ങളുടെ ശിക്ഷാവിധി കാരണമായി തീരാതെ നിങ്ങൾ സൂക്ഷിക്കും. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ട് അത് പിന്നെ ദൈവകോപത്തിന് ഇടവരാതെ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവേൻ എന്ന് പറയാം. അതായത് നിങ്ങളെ ദ്രോഹിക്കുന്നവർക്കുള്ള ശിക്ഷ ദൈവം നടപ്പാക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം ശിക്ഷ നടപ്പാക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ ശിക്ഷിക്കേണ്ട ആവശ്യം ഇല്ല. ദൈവത്തിൻ്റെ ന്യായവിധി കടന്നു വരും. ഇപ്പം ദൈവം ഒരു ശിക്ഷണ നടപടി നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം അത് ഏറ്റെടുത്തു. വെടിവെച്ചിട്ട് പിന്നെ ഇരുമ്പൊടി കൊണ്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? വെടിവെച്ചതിന് പിന്നെ അടിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരു ശിക്ഷണ നടപടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവനെ നമ്മൾ ഒന്നും ചെയ്യേണ്ടായിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൈവം അത് ചെയ്യുന്നുണ്ട്, ചെയ്തു തുടങ്ങിയിരിക്കുന്നു, ഇനിയും ഭാവി സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിരിപ്പിൻ. അവനോട് കൂടി നിങ്ങൾ വാഴുവാനായിട്ട് പോവുകയാണ്. ആ നാളിന് വേണ്ടി കാത്തിരിപ്പിൻ. ദൈവം ചെയ്യേണ്ട പ്രവൃത്തി സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കും. അവൻ്റെ നാളിന് വേണ്ടി അവനോട് കൂടി വാഴുവാനായിട്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് യാക്കോബ് ഓർപ്പിക്കുക. ഇങ്ങനെയുള്ള സമീപനങ്ങൾ വിശ്വാസികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് എന്ന് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ഉണ്ടായാൽ ഓർത്തുകൊള്ളുക, ന്യായാധിപതി എവിടെ നിൽക്കുന്നു? വാതിൽക്കൽ നിൽക്കുന്നു, നിങ്ങളെ ന്യായം വിധിക്കുവാനായിട്ട്. അവരെയല്ല, നിങ്ങൾ ദൈവത്തെ ഇതവല്ലാത്ത സ്റ്റെപ്പ് എടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മേലുള്ള ശിക്ഷണ നടപടി നടത്തുവാനായിട്ട് ദൈവം എവിടെ നിൽക്കുന്നു? വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറയും. അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങളുടെ ആത്മീയ ജീവിതം കഴിപ്പീൻ. അതായത് ഇവിടെ കടന്നു വരുമ്പോൾ വിശ്വാസ ജീവിതം സ്വീകരിച്ചതിൻ്റെ പേരിലായിരിക്കുന്ന ഉപദ്രവങ്ങൾ വിശ്വാസികളൊക്കെയാണ്. മാത്രമല്ല, വിശ്വാസികളിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന വേറുകൃത്യങ്ങൾ അവിടെ ഉണ്ട്. പാവങ്ങളോടും തന്മാന്മാരോടും ഉള്ള സമീപനങ്ങളുണ്ട്. പുറത്തു നിന്നുണ്ടാകുന്ന ചൂഷണങ്ങൾ, ഇതെല്ലാം ഈ സഭാ അന്തരീക്ഷത്തിലുണ്ട്. ഇതിനെയെല്ലാം എന്ത് ചെയ്യണം? നിങ്ങൾ ശാന്തതയോടും സമാചിത്തതയോടും കൂടി നേരിടുകയും ദൈവത്തിൻ്റെ ശിക്ഷാവധി നിങ്ങൾക്ക് ഉണ്ടാതിരിപ്പാൻ നിങ്ങളും സൂക്ഷിച്ചുകൊള്ളുകയും എന്ന് പറയാം. അപ്പോൾ ഓർത്ത് നോക്കുകയെ, എത്ര ഗൗരവമായിട്ടാണ് യാക്കോബ് ഈ കാര്യങ്ങളെ അങ്ങോട്ട് അവതരിപ്പിച്ചു കൊടുക്കുന്നത്. അഭിക്തന്മാരുടെ മേൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്നവർക്ക് ന്യായവിധി തുടങ്ങിയിരിക്കുന്നു, എന്നാൽ നിങ്ങൾ നിങ്ങളെ തന്നെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്ന് പറയാം. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, രാത്രിക്കാലം ഓർപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ ശിക്ഷണ നടപടിക്ക് വിധേയരായി തീരാതെ നമ്മുടെ ആത്മീയതം വളരെ ഭംഗിയായിട്ട് നമ്മൾ അത് കൊണ്ടുപോകേണ്ട വളരെ ആവശ്യമായിരിക്കുന്നു. 10-ാം ഭാഗത്ത് കടന്നു വരുമ്പോൾ, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവീൻ. ഇത്രയും പറഞ്ഞിട്ട് അടുത്ത ഭാഗം പറയാണ്, സഹോദരന്മാരെ. ഇവിടെ ഭാഗങ്ങളെല്ലാം യാക്കോബ് സഹോദരന്മാരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന പുസ്തകമാണ്. ഇവിടെ പറയുന്നു, സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ എന്ത് ചെയ്യണം? കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവീൻ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ ആരെയാണ് ഓർക്കേണ്ടത്? സഹിക്കാൻ പറ്റാത്ത ജീവിത അനുഭവങ്ങൾ കടന്നു പോകുമ്പോൾ എങ്ങനെയുള്ളവരെ ഓർക്കണം? പ്രവാചകന്മാരെ ഓർത്തുകൊള്ളുകയും മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന, പഴയ നിയമ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിരിക്കുന്ന പ്രവാചകന്മാരെ നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയാണ്. അതായത് നമ്മുടെ പൂർവികന്മാരായിരിക്കുന്ന പ്രവാചകന്മാരുടെ കഷ്ടങ്ങളും അവർ സഹിച്ച വേദനയും അവരുടെ അനുഭവങ്ങളൊക്കെ ഓർത്തുകൊള്ളുവീൻ എന്ന് പറയുകയാണ്.
ലേഖനം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 36-38 വരെ കർത്താവിനെ സ്നേഹിച്ച നീണ്ട പ്രവാചകന്മാരുടെ ലിസ്റ്റ് അവിടെ കാണാൻ കഴിയുന്നു. അവർ പോയായിരിക്കുന്ന കഷ്ടങ്ങൾ, അനുഭവിച്ചായിരിക്കുന്ന വേദനകളെ പറ്റി അവിടെ പറയുന്നു. നമ്മൾ പെട്ടെന്ന് വായിക്കാം. ലേഖനം 12-36-38 വരെ. നമുക്കറിയാവുന്ന ഭാഗമാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അവരനുഭവിച്ചായിരിക്കുന്ന ത്യാഗങ്ങളെ പറ്റി അവിടെ പറയുന്നുണ്ട്. ലേഖനം 12-36 മുതൽ 38 വരെ. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, കടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചോളാൽ അർക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു. ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു. ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടതയും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വരഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ അംഗീകാരം ലഭിച്ചിട്ടും വാഗ്ദാനം നിവൃത്തി പ്രാപിച്ചില്ല. ഇതായിരുന്നു പ്രവാചകന്മാരുടെ ജീവിത അനുഭവം. പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാർ പോയ വഴി ഇത്തരത്തിലുള്ള അനുഭവമായിരുന്നു. എത്രയോ അത് സംഘർഷങ്ങൾ നിറഞ്ഞ അനുഭവമായിരുന്നു അവരുടെ ജീവിതം. അതുകൊണ്ട് യാക്കോബ് ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പ്രസന്റ് ടൈമിൽ കടന്നു പോകുന്ന ജീവിത അനുഭവങ്ങളെ പറ്റി എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളത് സഹിക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രവാചകന്മാരെ കൂടി ഓർത്തുകൊള്ളുകയും അവർ പോയ വഴികളെപ്പറ്റി ഓർത്ത് അവരെങ്ങനെയാണ് അതിനോട് ക്രിയാത്മകമായി പ്രതികരിച്ചത് എന്നോർത്ത് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കാത്തു സൂക്ഷിപ്പിൻ എന്ന് പറയാണ്. അവർ കർത്താവിനെ സ്നേഹിച്ചു, കർത്താവിനായി സംസാരിച്ചു. പ്രവാചകന്മാരുടെ ഒരു നീണ്ട നിരയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വലിയൊരു ജീവിത അനുഭവങ്ങൾ കൂടി കടന്നു പോയവരായിരുന്നു അവരെല്ലാവരും. ഒരു ദയയില്ലാതെ പ്രവാചകന്മാരെ ഉപദ്രവിച്ചു. അവർ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു. ഇവരെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും അവർ വിശ്വാസത്തിൽ മരിച്ചു. നല്ലതായിരിക്കുന്ന മാതൃകകൾ അവർ നമുക്ക് കാട്ടിത്തന്നു. അവർ സ്വർഗീയമായതിനെ കാംക്ഷിച്ചു. കർത്താവിന് മഹത്വം കൊണ്ടാകട്ടെ. അവരെല്ലാവരും എന്ത് ചെയ്തു? വിശ്വാസത്തിൽ മരിച്ചു. എല്ലാവരും വിശ്വാസത്തിൽ മരിച്ചു. വലിയ പീഡനങ്ങളിൽ കൂടി കടന്നുപോയവരാണ് അവരെല്ലാവരും. വിശ്വാസം മരിച്ചു. അതുകൊണ്ട് വിശ്വാസികളെ, നിങ്ങൾ പ്രവാചകന്മാരെ ഓർത്തുകൊള്ളു. അവരെങ്ങനെയായിരുന്നു ജീവിതത്തെ അഭിമുഖീകരിച്ചത് എന്നോർത്ത് നിങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളെ അനുകരിപ്പീൻ എന്ന് യാക്കോബ് പറയുകയാണ്. 11 കടന്നു വരുമ്പോൾ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തും. ജോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിയും ഉള്ളവനല്ലോ എന്ന് പറയുക. ആദ്യം പ്രവാചകന്മാരെ ഓർത്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അഗ്രഗണ്യനായിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള സ്വർഗം സർട്ടിഫിക്കറ്റ് നൽകാതിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന ആർക്കും ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റാത്ത അതിശ്രേഷ്ഠനായിരിക്കുന്ന മഹത് വ്യക്തിയെ എടുത്ത് യാക്കോബ് ഓർപ്പിക്കുകയാണ്. ആ ഇയ്യോബ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ അഭിമുഖീകരിച്ചതെന്ന് നിങ്ങൾ അവൻ്റെ ജീവിത അനുഭവം കണ്ടുപഠിപ്പീൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തും. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുപിടിക്കുന്നു. കർത്താവ് എങ്ങനെയുള്ളവനാണ്? അവൻ മഹാകരുണയും മനസ്സലിവ് ഉള്ളവനും അല്ലോ എന്ന് പറയുക. അപ്പോൾ ഞങ്ങൾക്ക് പറയാണ്, നാം എല്ലാവരും വിശ്വാസ സമൂഹം സഹിഷ്ണുത കാണിച്ചവരെ എങ്ങനെയാണ് കാണുന്നത്? അവർ ഭാഗ്യവാന്മാരെന്ന് കാണും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. സഹിഷ്ണുത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവവിശേഷതയാണ്. നമുക്കാർക്കും ഇല്ലാത്തൊരനുഭവമാണ്. പറ്റുകയില്ല. നമ്മൾ ബേസ്റ്റ് ഔട്ടായി പോകും, തകർന്നു പോകും. ഇയ്യോബ് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. അതുകൊണ്ട് പ്രവാചകന്മാരുടെ വലിയ ലിസ്റ്റ് എടുത്തിട്ട് പറയാം, അതിൽ നിന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാം, നിങ്ങൾ ഇയ്യോബിൻ്റെ ജീവിതത്തെ ഒന്ന് മാതൃകയാക്കുവാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ളായിരുന്നു. ഇവരിൽ ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ്. പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. അവരിൽ മുൻപന്തി നിൽക്കുന്ന വ്യക്തിയാണ് ഇയ്യോബ്. അവരിൽ ഇരട്ടി മാനത്തിന്, ഇരട്ടി ബഹുമാനത്തിന്, ഇരട്ടി ആദരവിന് യോഗ്യനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറിനെയാണ് യാക്കോബ് ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്നത്. അവനാണ് ഇയ്യോബ് എന്ന് പറയുന്നത്.
യോബിൻ്റെ ജീവിതത്തെ പ്രത്യേകതയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയുന്നതാണ്. അവൻ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒരു ദൃഢചിത്തനായി നിന്ന വ്യക്തിയായിരുന്നു. പതറിപ്പോകാതെ, സമ്മർദ്ദങ്ങൾക്ക് വിധേയനായി തീരാതെ ദൃഢതയോടെ ശക്തമായി നിന്ന ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്നവർ. അവൻ സഹിഷ്ണുതയോടുകൂടെ നിൽക്കുവാടെയായി തീർന്നു. ഒരു ഘട്ടത്തിൽ ഇയ്യോബ് തളർന്നു പോയിട്ടില്ല. ദൈവത്തിന് അനിഷ്ടമുണ്ടാകാവുന്ന ഒരു പ്രതികരണം പോലും ഇയ്യോബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചില ഘട്ടങ്ങളിൽ അവൻ നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു, ദൈവത്തോട് ചോദ്യം ചോദിച്ചു. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും ഇയ്യോബ് ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോൾ യഹോവയായ ദൈവം ഒരു ഏകദേശം 90 ചോദ്യം തിരിച്ച് ഇയ്യോബിനോട് ചോദിച്ചു. നിനക്ക് ഇതിൻ്റെ അർത്ഥം അറിയാമോ? ഇതിൻ്റെ അർത്ഥം അറിയാമോ? ഇതെന്താണെന്ന് നിനക്കറിയാമോ? ഒറ്റ ചോദ്യത്തിന് പോലും ഇയ്യോബിന് മറുപടി കൊടുക്കാനായിട്ടില്ല. അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ 90-ലധികം ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചു. ഒറ്റ ചോദ്യത്തിന് പോലും ഇയ്യോബിന് മറുപടി കൊടുക്കാനായിട്ട് പറ്റി. എന്നാൽ ജീവിതത്തിലുടനീളം പതറിപ്പോകാതെ സഹനശക്തിയോടുകൂടി അവൻ്റെ നിലപാടുകളിൽ ഉറച്ചവനായി, വിശ്വാസത്തിൽ ഉറച്ചവനായി, അചഞ്ചലനായി നിന്ന വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. വാസ്തവത്തിലൂടെ നടക്കുന്നത് യഹോവയായ ദൈവവും സാത്താനും തമ്മിലുള്ളവർക്കുന്ന യുദ്ധം. ആ യുദ്ധത്തിൽ ഇരയായി തീർന്ന ആരാ? ഇയ്യോബ്. ഇരയായെന്ന് മാത്രമേ ഉള്ളൂ. യുദ്ധം നടക്കുന്നത് പിശാചും യഹോവയായ ദൈവം കൂടെ ആ യുദ്ധം. ഇപ്പോൾ ഇയ്യോബിനെ അവിടെ ഇരയാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ, ദൈവത്തിൻ്റെ പെർമിഷൻ ഇല്ലാതെ സാത്താന് ഒരു വിശ്വാസിയുടെ മേൽ തൊടുവാനായിട്ട് പറ്റുകയില്ല. ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ അവനെ തൊടുവാനായിട്ട് പറ്റുകയുള്ളൂ. സാത്താൻ ആഗ്രഹിച്ചു, പക്ഷെങ്കിൽ പരിശ്രമിച്ചു നോക്കി അവസാനം പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ പറയുകയാണ്, നീ അവൻ്റെ ചുറ്റിനും എന്ത് കെട്ടിയിരിക്കുന്നു? വേലി കെട്ടിയിരിക്കുന്നു. നീ ഒന്ന് വേലിൽ നിന്ന് പൊളിച്ചതാ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇയ്യോബിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നു? ദൈവം ഒരു സംരക്ഷണ വലയം ഉണ്ടായിരുന്നു. ആ വലയം ഭേദിച്ച് സാത്താൻ അകത്തെടുക്കാനായിട്ട് പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വസിക്കുന്നവൻ ലോകത്ത് വസിക്കുന്നതിനെക്കാട്ടിലും വലിയവനാണ്. വിശ്വാസികളായ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വാസമുണ്ട്. നമ്മൾ വസിക്കുന്ന ആത്മാവ് ലോകത്ത് വസിക്കുന്ന ആത്മാവിനെക്കാട്ടി ശക്തനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ നമ്മളെ തൊടുവാനായിട്ട് സാത്താൻ അനുവാദമില്ല. അപ്പോൾ ഇവിടെ യഹോവയായ ദൈവം ഇൻവിസിബിളായിട്ടുള്ളൊരു വേലി, ഒരു ഫെൻസിങ് അവൻ്റെ ചുറ്റിലും ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇയ്യോബിനെ തൊടുവാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ദൈവം അനുവദിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്, അത്തരം ഘട്ടങ്ങളിൽ കൂടി ഇയ്യോബ് കടന്നു പോയപ്പോൾ അവൻ്റെ മനോഭാവം എങ്ങനെയായിരുന്നു? സഹിഷ്ണുതയ്ക്ക് ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. അങ്ങനെ ഇയ്യോബിനെ ഉയർത്തി കാണിച്ചിട്ട് യാക്കോബ് പറയാണ്, നിങ്ങൾ അവനിൽ നിന്നും എന്ത് പഠിക്കണം? സഹിഷ്ണുത പഠിപ്പീൻ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ കർത്താവ് അവൻ എങ്ങനെയുള്ളവനാണ്? മഹാകരുണയും മനസ്സലിവും ഉള്ളവൻ അല്ലോ. അത് ദൈവത്തിൻ്റെ മഹാകരുണയും ദൈവത്തിൻ്റെ മനസ്സലിവും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്തിൽ അത് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറയുക മാത്രമല്ല, ദൈവത്തിൻ്റെ മനസ്സലിവും ദൈവത്തിൻ്റെ കരുണയും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്തിൽ അത് പ്രകടമായി കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ ഇയ്യോബ് സാത്താനുമായിട്ടുള്ള സംഘട്ടനത്തിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. തീർച്ചയായിട്ടും യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴത്തെ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ദൈവം എങ്ങനെയുള്ളവനാണ്? മഹാകരുണയും മനസ്സിലുള്ളവനായിരുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട്. അതാണ് ദൈവത്തിൻ്റെ കരുണയും മനസ്സലിയും എന്ന് പറയുന്നത്. കേവലം ഇയ്യോബിനെ കരുവാക്കി സാത്താന് വിട്ടുകൊടുത്തിട്ട് മാറി നിന്ന് അത് കാണുന്ന ദൈവം മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷത പറയുന്നത് മനസ്സലിയും മഹാദയുള്ള വ്യക്തിയാണ്. അത് അവൻ്റെ ജീവിതത്തിൽ പ്രകടമായി വന്നു. എന്തെല്ലാം നഷ്ടമായോ അതെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. വലിയ ബഹുമതി നേടിയ ഒരു വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. വലിയ പ്രതിഫലങ്ങൾ നേടിയ വ്യക്തിയായിരുന്നു ഇയ്യോബ് എന്ന് പറയുന്നത്. യുദ്ധത്തിന് മുൻപും
യുദ്ധത്തിന് ശേഷവും ഇയ്യോബിൻ്റെ സാക്ഷ്യത്തിന് ഒരു കോട്ടവും ഒരു മങ്ങിൽ വെച്ചിട്ടില്ല. ഈ സാത്താനുമായിട്ടുള്ള സംഘട്ടത്തിലെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അതിന് മുമ്പും അതിന് ശേഷവും ഓരോ ഘട്ടത്തിൽ പോലും ഇയ്യോബിൻ്റെ സാക്ഷ്യത്തിന് ഒരു പോറല് പോലും ഏൽക്കുന്നില്ല. ഇയ്യോബിനെ പറ്റി പറയുന്നത് എന്തൊക്കെയാണ്? അവൻ നിഷ്കളങ്കനാണ്, നേരുള്ളവനാണ്, ദൈവഭക്തനാണ്, ദോഷം വിട്ടകലുന്നതാണ്. ഇതെല്ലാ കാലഘട്ടത്തിലും ഇത് ഇയ്യോബിൻ്റെ പ്രത്യേകതയായിരുന്നു. സാത്താനുമായുള്ള യുദ്ധത്തിന് മുമ്പും യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനുശേഷവും ഈ സ്വഭാവത്തിന് ഒരു ഘട്ടത്തിലും മാറ്റം സംഭവിച്ചില്ല. അവൻ സദാകാലവും എപ്പോഴും നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നു. അതുകൊണ്ട് യാക്കോബ് പറയുന്നു, വിശ്വാസികളെ, നിങ്ങൾ ശ്രേഷ്ഠനായിരിക്കുന്ന, മഹാനായിരിക്കുന്ന, തുല്യം ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ ചരിത്രത്തിൽ, അതാണ് ഇയ്യോബ് എന്ന് പറയുന്നത്. അവനെ നോക്കുകയും അവനെ നോക്കി അവൻ്റെ സ്വഭാവം പഠിക്കുകയും ഈ പ്രതിസന്ധിക്കൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും നല്ല മാതൃകയായി നിൽക്കുന്ന ഇയ്യോബാണ്. അവൻ്റെ ജീവിതത്തിലെ സ്വഭാവവിശേഷങ്ങളെ നിങ്ങൾ പടർത്തുവാനായിട്ട് പഠിക്കുകയും പറയാം. അങ്ങനെ ഇയ്യോബിൻ്റെ അനുഭവത്തെ പഠിച്ചറിയുമ്പോൾ യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു എന്ന് വായിക്കുന്നുണ്ട്. അവൻ്റെ മുഖത്തെ ദൈവം കടാക്ഷിച്ചു. അവൻ്റെ പിൽക്കാലത്തെ എന്താണ്, അവൻ്റെ മുൻകാലത്തെക്കാട്ടിൽ അധികം അനുഗ്രഹിച്ച് വായിക്കുന്നുണ്ട്. മാത്രമല്ല അവൻ 4 തലമുറകളെ കണ്ടു എന്ന് വായിക്കുന്നുണ്ട്. അവസാനം വായിക്കുന്നു, കാലസമ്പൂർണനായിട്ട് എന്തുപോയി, കടന്നുപോയി. അതായത് നല്ല രീതിയിൽ നല്ല എൻഡിങ് അവൻ ലഭിച്ചു. കാലസമ്പൂർണനായിട്ട് കടന്നുപോയി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബിഗിനിങ് അല്പം മോശമായിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും ബിഗിനിങ്, ആരംഭം മോശമായിരിക്കാം. ദൈവത്തിന് പറഞ്ഞ് നമ്മെ ഓർപ്പിക്കുന്നത് ആരംഭത്തെക്കാട്ടിൽ അവസാനമായിരിക്കണം. നമ്മുടെ അടുത്ത നിമിഷങ്ങൾ എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു സെക്കൻഡിൽ ലോകത്തിൽ 3 പേര് വെച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് വെക്കുമ്പോൾ 3 പേരാണ് ലോകത്തിൽ മരിക്കുന്നത്. നാം എല്ലാവരും ക്യൂവിൽ നിൽക്കുന്നവരാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്പസമയത്തേക്ക് മാത്രമേ നാം ഇവിടെയുള്ളൂ. നാം എല്ലാവരും ടെമ്പററി വീസയ്ക്ക് വന്നിട്ടുള്ളവരാ. ഈ വീസയുടെ കാലാവധി ഏത് സമയത്ത് എക്സ്പയർഡ് ആയിത്തീരും. അതുകൊണ്ട് പണ്ട് കാലത്തെ ഓർത്ത് നിരാശപ്പെട്ട ആവശ്യമില്ല. അതെല്ലാം ദൈവം മറന്നു കഴിഞ്ഞു, അതെല്ലാം തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പ്രസൻറ്റിൽ നാം എങ്ങനെ നല്ലൊരു ജീവിതം കാഴ്ചവെപ്പാൻ ശ്രമിക്കണം എന്നുള്ളായിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്, ഒരു നിർദ്ദേശമാണ് നമുക്കിവിടെ കഴിയും. നിങ്ങൾ സഹിഷ്ണുതയോടുകൂടി, ശാന്തതയോടുകൂടി, സമചിത്തയോടുകൂടി എല്ലാത്തിനെയും ജീവിത അനുഭവങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് തയ്യാറുള്ളതായിരിക്കും എന്ന് പറയുകയാണ്. കാരണം നിങ്ങൾ രാജാവായിരിക്കുന്ന കർത്താവോട് ഒന്നിച്ച് വാഴുവാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ വാഴുവാൻ വേണ്ടി പോകുമ്പോൾ നല്ലൊരു എൻഡിങ് കിട്ടി അടുത്ത ഘട്ടത്തിലോട്ട് നിങ്ങൾ പ്രവേശിക്കുകയും എന്ന് ഓർപ്പിക്കുകയാണ്. യാക്കോബിന് പറയാനുള്ളത്, വിശ്വാസികളെ, നിങ്ങൾ നാനാവിധമായിരിക്കുന്ന പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ, മാനസികമാകുന്ന പെരുമൃഗങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ, ചൂഷണത്തിന് വിധേയമാകുമ്പോൾ എന്ത് ചെയ്യണം? പ്രവാചകന്മാരെ ഓർത്തുകൊള്ളുക. എത്രയെത്രയോ പ്രവാചകന്മാരുടെ നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇബ്രാഹിം ലേഖനത്തിൽ പോയവായിരിക്കുന്ന വഴികളെപ്പറ്റി നാം വായിക്കുകയുണ്ടായി. എത്രയോ ജീവിത അനുഭവങ്ങൾ കൂടി കടന്നുപോവുകയാണ്. അതുകൊണ്ട് ഓർപ്പിക്കുക, നിങ്ങൾ ഇയ്യോബിനെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും അവൻ നിങ്ങളുടെ മുഖത്തെ തീർച്ചയായിട്ടും ആദരിക്കും. ഇയ്യോബിൻ്റെ മുഖത്തെ ദൈവം ആദരിച്ചുവെങ്കിൽ അമിച്ച് മോർ എത്ര അധികമായിട്ടും നിങ്ങളെ ദൈവം ആദരിക്കും. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീതിയും ന്യായവും ഉണ്ടാകും. അവൻ മഹാകരുണയും മനസ്സിലുള്ള ദൈവമാണ്. എന്തെല്ലാം ജീവിതം നഷ്ടമായിരിക്കുന്നുവോ അതെല്ലാം മടക്കി തരുവാനായിട്ട് അവൻ ശക്തനാണ്. അവൻ ഉന്നതനാണ്, അവൻ ശ്രേഷ്ഠനാണ്. നമുക്ക് നഷ്ടപ്പെട്ട ഒന്നും നഷ്ടങ്ങളല്ല, അതെല്ലാം മടക്കി തരുവാനായിട്ട് ദൈവം, ഇയ്യോബിന് മടക്കി കൊടുത്തതായ ദൈവം നമ്മുടെ മുഖത്തെ തീർച്ചയായിട്ടും അവൻ ആദരിക്കും. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിലായിരിക്കുന്ന സ്നേഹവും ആദരവും നാം കാത്തുകൊള്ളണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ന്യായവിധി സംഭവിക്കാതിരിക്കുവാനായിട്ട് എന്ത് ചെയ്യണം? സൂക്ഷ്മതയോടെ നിങ്ങൾ, കാരണം ന്യായവിധി എവിടെ നിൽക്കുന്നു? വാതിക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആത്മജീവിതം വളരെ ശ്രദ്ധയോടെ കഴിപ്പീൻ. 12 ഭാഗത്തിൽ കടന്നു വരുമ്പോൾ, വിശേഷാൽ സഹോദരന്മാരെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇനി അടുത്ത വേറൊരു വിഷയത്തിലൂടെ കിടക്കുക. വിശേഷാൽ സഹോദരന്മാർ, ഇത് പറഞ്ഞ വിഷയങ്ങളെ പറ്റിയല്ല. വിശേഷാൽ സഹോദരന്മാരെ, സ്വർഗത്തെയോ ഭൂമിയോ മറ്റ് യാതൊന്നിനെയോ ചൊല്ലി സത്യം ചെയ്യരുത്.
ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഊവ എന്ന് പറഞ്ഞാൽ ഊവ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ഇരിക്കട്ടെ. വേറൊരു വിഷയത്തിലോട്ട് പറയുക. ഇത്രയും പറഞ്ഞ വിഷയത്തിൽ പറഞ്ഞിട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഘനഗംഭീരമായ വിഷയങ്ങളെ പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് പുസ്തകപ്പെട്ടിട്ട് വേറൊരു വിഷയം പെട്ടെന്ന് യാക്കോബ് പറയുകയാണ്. ഇവിടെ പറയുന്നത്, ഇവിടെ നമ്മുടെ കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞതായിരിക്കുന്ന കാര്യം യാക്കോബ് ആവർത്തിക്കുക. അത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 37 ഭാഗത്ത് പറയുന്നുണ്ട്. അത് ലേവ്യ പുസ്തകം 19 12 വാക്യങ്ങളുടെ പശ്ചാത്തലം എന്നാണ് പറയുന്നത്. യഹൂദ റബിമാരെ എന്ത് ചെയ്യുന്നു? അവരുടെ പഠിപ്പിക്കലുകളിൽ നിർബന്ധിക്കുന്നതായിരിക്കുന്ന ഒരു വിഷയമാണ് സകല ആൾക്കാരും സത്യം പറയണം, എല്ലാവരും സത്യം പറയണം. ലോകം 3 കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഒന്ന് നീതി, സത്യം, സമാധാനം. സകല ആൾക്കാർക്ക് നീതി കിട്ടണം, സകലരും സത്യം പറയണം, സകലരും സമാധാനത്തോടെ കാത്തുള്ള. കോടതിയിലെ ഭാഷയാണ്. പുസ്തകം എടുത്തിട്ട് പറയും സത്യം മാത്രമേ ഞാൻ പറയൂ. അത് പറയുന്ന അത്രയും സമയത്ത് അത് സത്യമാണ്. പിന്നെ ജീവിതത്തിൽ വരുമ്പോൾ അതൊന്നുമില്ല. സത്യത്തിനെന്ന വിലയിൽ കോടതിക്കകത്ത് പറയുന്ന അത്രയും ശരിയാണ്. പക്ഷെങ്കിൽ ഇതിനൊരിക്കലും ഒരു ജീവിത അനുഭവത്തിൽ പലരുടെയും ബാത്തുപാലിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ബുദ്ധന്മാരുടെ 2 തരത്തിൽ സത്യം ചെയ്യുന്ന രീതിയുണ്ട്. 2 രീതിയിലാണ് അവർ സത്യം ചെയ്യുന്നത്. ഒന്നിനെ ഫ്രിവലസ് സ്വേറിംഗ് എന്ന് പറയും. അതായത് ലാഘവത്തോടെ ചെയ്യുന്ന ഒരു സത്യം പറയാം. അതായത് അനാവശ്യമായിട്ട് സത്യം പറയാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. പണ്ടൊക്കെ ഞാനൊക്കെ വളർന്ന കാലത്ത് ചുമ്മാതെ സത്യം പറയുന്നവരുണ്ട്. അമ്മയാണ് സത്യം, അച്ഛനാണ് സത്യം, പള്ളിയാണ് സത്യം, ഇങ്ങനെ ഒത്തിരി സത്യം പറയുന്നത് അനാവശ്യമായിട്ടുള്ള സത്യമാണ്. ഇതങ്ങ് പറഞ്ഞു വരുന്ന വിഷയമാണ്. അത് പറയുന്നത് സത്യമൊന്നുമല്ല, പിന്നെ അങ്ങ് നമ്മളെ ഒന്ന് ധരിപ്പിക്കാൻ വേണ്ടി പറയുക. അതായത് യഹൂദന്മാർ പഠിപ്പിക്കുന്നത് 2 നിലയിൽ ആ സത്യം, അതായത് ലാഘവത്തോടെ ചെയ്യുന്ന ഒരു സത്യം. അവർ പറയുന്നത് എൻ്റെ ജീവനാണ് സത്യം, എൻ്റെ തലയാണ് സത്യം. അത് അവരുടെ ഒരു ഭാഷാ രീതിയാണ്. ലാഘവത്തോടുകൂടി ഒരു വിലയും കൽപ്പിക്കാതെ പാലിക്കുന്ന ഒരു സത്യം പറച്ചു. രണ്ടാമത്തെ സത്യം എന്ന് പറയുന്നത് ഇവേസീവ് സ്വേറിംഗ്, അതായത് ഒഴിഞ്ഞു മാറാവുന്ന സത്യം ആണ്. പക്ഷേ ഏത് സമയത്ത് എനിക്ക് അതിൽ നിന്ന് പിന്മാറാം. അതായത് 2 രീതിയിലാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. ഒന്ന്, പൂർണ്ണമായും ബന്ധിക്കപ്പെടുന്നവൻ, ബൈൻഡിങ്. രണ്ടാമത്, പൂർണ്ണമായും ബന്ധിക്കപ്പെടാത്തവൻ. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഘട്ടത്തിൽ സത്യം ചെയ്താൽ ദൈവത്തിൻ്റെ പേര് ആ സത്യത്തിൽ പരാമർശിച്ചാൽ അതിൽ നിന്നും ഒരിക്കലും അവൻ ഒഴിയാനായിട്ട് പറ്റില്ല. അത് യഹൂദന്മാരുടെ പ്രാക്ടീസാണ്, അവരുടെ ഇടയിലെ പ്രാക്ടീസാണ്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മനുഷ്യൻ സത്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേര് അതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും അതിൽ നിന്ന് അവന് പിന്മാറാനായിട്ട് പറ്റുകയില്ല. ഒരിക്കലും അതിൽ പിന്മാറാൻ പറ്റത്തില്ല. രണ്ടാമത്തേത്, എവിടെയെങ്കിലും സത്യം ചെയ്താൽ ദൈവത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിൽ അതിൽ നിന്ന് അവൻ ഒഴിഞ്ഞു മാറാനായിട്ട് സ്വാതന്ത്ര്യമുണ്ട്. അത് ബൈൻഡിങ് അല്ല. ഈ നമ്മൾ വ്യത്യാസം പറയുന്നത്, ഒരാൾ ദൈവത്തെ ചൊല്ലിയാണ് സത്യം ചെയ്യുന്നതെങ്കിൽ എന്തു വില കൊടുത്തും അവൻ നിവർത്തിക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. ഒരു കാരണവശാലും ആ സത്യത്തിൽ അവൻ ഒഴിഞ്ഞു മാറാനായിട്ട് പറ്റില്ല. എന്ത് സമ്മർദ്ദം വന്നാലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. രണ്ടാമത്തെ പ്രത്യേകത, വേറൊരാൾ സ്വർഗത്തെയോ ഭൂമിയെയോ യെരൂശലേമിനെയോ തലയോ ചൊല്ലി സത്യം ചെയ്യുന്നെങ്കിൽ അത് അതുപോലെ പാലിക്കണമെന്ന് നിർബന്ധമില്ല, ഒഴിഞ്ഞു മാറാം. കാരണം എന്തില്ല അതിനകത്ത്? ദൈവം അതിനകത്ത് ഇല്ല. ആദ്യത്തിനകത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവത്തെ നീ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗൗരവമേറിയ വിഷയമാണ്, പിന്മാറാൻ പറ്റത്തില്ല. എന്നാൽ സ്വർഗത്തെ ചൊല്ലി പറയുന്നുവെങ്കിൽ, ഭൂമിയെ ചൊല്ലി പറയുകയാണെങ്കിൽ, തലയെ ചൊല്ലി പറയുകയാണെങ്കിൽ അത് ലാഘവത്തോടെ ഉള്ളായിരിക്കുന്ന ഒരു സ്വിയറിംഗ് ആണ്. അതിൽ നിന്ന് പിന്മാറുവാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പേര് ഉപയോഗിച്ചാൽ
അതിൻ്റെ അർത്ഥം നിന്റെ ഇടപാടുകളിൽ നീ ആരെ കൊണ്ടുവരുന്നു? ദൈവത്തെ കൊണ്ടുവരുന്നു. ദൈവത്തിൻ്റെ പേരുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിന്റെ ഇടപാടുകൾ ആരില്ല? ദൈവമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഒരാൾ സത്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേരെടുത്ത് സത്യം ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്റെ ക്രയവിക്രയങ്ങളുണ്ട്, ദൈവം സാക്ഷിയാണ്, അതിൽ പിന്മാറാൻ പറ്റത്തില്ല. ഇനി വേറൊരാട് സത്യം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേര് വന്നിട്ടില്ല എങ്കിൽ നീ ഫ്രീ ആണ്, കാരണം ദൈവം അതിനകത്ത് ഇല്ല. അങ്ങനെയുള്ളതായിരിക്കുന്ന കൺസെപ്റ്റാണ് അവരുടെ ഉണ്ടാകുന്നത്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ചെന്താണ്? അങ്ങനത്തെ അവർക്ക് യേശു ക്രിസ്തു പഠിപ്പിച്ചത്, ദൈവത്തെ നിങ്ങൾ ഉൾപ്പെടുത്തിയാലും ഇല്ലെങ്കിലും, ദൈവനാമത്തിൽ സത്യം ചെയ്താലും ഇല്ലെങ്കിലും, ദൈവത്തെ മറച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്താലും സത്യം ചെയ്തില്ലെങ്കിലും ഒരു കാര്യമില്ല. കാരണം എന്നെ മറന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ദൈവം അവിടെ ഉണ്ട്. അതുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചത്, വെറുതെ എന്തിനാ ദൈവത്തിൻ്റെ നാമം നിങ്ങൾ വൃഥാ എടുക്കും. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങൾ ദൈവത്തെ പേര് പറഞ്ഞ് സത്യം ചെയ്താലും ഇല്ലെങ്കിലും യാതൊരു അർത്ഥവുമില്ല. കാരണം നിങ്ങളുടെ എല്ലാ വഴികളും ഞാനുണ്ട്. എന്ത് തീരുമാനം എടുത്താലും ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളിനി പേര് പറഞ്ഞാലും പേര് പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ ഉണ്ട്. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട്, എന്നെ മാറ്റി നിർത്തിയിട്ട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം നിങ്ങൾ ഒരു കെട്ട് പോലും വൃഥാ എടുക്കാനായിട്ട് പാടില്ല. പുറപ്പാട് പുസ്തകം 20:7 വാക്യം, നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. തൻ്റെ നാമം വൃഥാ എടുക്കുന്നവനെ യഹോവ ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന് പറയുകയാണ്. ഇനി കർത്താവ് പഠിപ്പിച്ചത്, സ്വർഗത്തെ ചൊല്ലിയാണ് നിങ്ങൾ സത്യം ചെയ്യുന്നതെങ്കിൽ, ഓർത്ത് ഒന്നുകൂടെ ശ്രദ്ധിക്കണം, സ്വർഗത്തെ ചൊല്ലിയാണ് സത്യം പറയുന്നതെങ്കിൽ സ്വർഗം എന്താണ്? ദൈവത്തിൻ്റെ എന്താണ്? സിംഹാസനം. അപ്പം നിങ്ങൾ സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്യുന്നു, അതെന്താണ്? ദൈവം വസിക്കുന്ന സിംഹാസനം. ഭൂമിയെ ചൊല്ലിയാണെങ്കിൽ അതെന്താണ്? അത് അവൻ്റെ പാദപീഠമാണ്. ഇനി യെരൂശലേമിനെ ചൊല്ലിയാണ് സത്യം ചെയ്യുന്നതെങ്കിൽ അത് യഹോവയുടെ നഗരമാണ്. തലയെ ചൊല്ലിയാണ് സത്യം ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ അവകാശി ആരാണ്? അതും ദൈവം തന്നെയാണ്. അപ്പം സ്വർഗത്തെ ചൊല്ലി സത്യം ചെയ്താലും ഭൂമിയെ ചൊല്ലി സത്യം ചെയ്താലും പിന്നെ യെരൂശലേമിനെ ചൊല്ലി സത്യം ചെയ്താലും ഈവൻ നമ്മുടെ തലയെ തൊട്ട് സത്യം ചെയ്താലും ഒരർത്ഥവുമില്ല. ഇതെല്ലാം ദൈവത്തിൻ്റെ അവകാശത്തിൽപ്പെട്ട വിഷയമാണ്. വെറുതെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള സത്യങ്ങൾ ചെയ്യുന്നത്? എന്നിട്ട് കർത്താവ് പറയാണ്, ഒരു രോമവും വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ നിനക്ക് കഴിയും. നമുക്ക് കറുപ്പിക്കാൻ പറ്റും. നമ്മളെല്ലാവരും കറുപ്പിക്കുന്നവരോ ഇല്ലേ? പക്ഷേ എത്ര നാൾ നിൽക്കുന്നുണ്ട്? ഡൈ ഇട്ടാലും ഒരാഴ്ച കറുപ്പിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നാച്ചുറലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയില്ല. ഇത്ര ഇഷ്ടമായിട്ട് കർത്താവ് പറയുന്നത്, നിങ്ങൾ എത്ര ശ്രമിച്ചാലും നിങ്ങളുടെ ഉരുവം വെളുപ്പിക്കാനോ കറുപ്പിക്കാനോ പറ്റുകയില്ല. നിങ്ങൾ ദൈവത്തെ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇതെല്ലാം ദൈവത്തിൻ്റെതാണ്. സ്വർഗവും ഭൂമിയും യെരൂശലേമും എല്ലാം ദൈവത്തിൻ്റെതാണ്. ഇവിടെ എല്ലാം ആരുണ്ട്? ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇതുമുണ്ട്. അതുകൊണ്ട് വെറുതെ എന്തിനാണ് സ്വർഗത്തെ ചൊല്ലി ഭൂമിയെ ചൊല്ലി യെരൂശലേമിനെ ചൊല്ലി നിങ്ങൾ സത്യം ചെയ്ത്? ഒരു പ്രയോജനമില്ല എന്ന് കർത്താവ് എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യാക്കോബ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ നാമം എടുത്താലും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ നിറസാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. മനുഷ്യജീവിതത്തെ 2 കമ്പാർട്ട്മെൻറ്റുകളായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിക്കാൻ പറ്റുകയുള്ളൂ. ദൈവത്തെ ഉൾപ്പെടുത്തിയുള്ളായിരിക്കുന്ന ഒരു കമ്പാർട്ട്മെൻറ്റും ദൈവത്തെ ഉൾപ്പെടുത്താത്ത ഒരു കമ്പാർട്ട്മെൻറ്റും, അങ്ങനെ ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ ദൈവത്തെ വേണം, ചില കാര്യങ്ങൾ ദൈവത്തെ വേണ്ട. ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കണം, ചില കാര്യങ്ങൾ സഭ പ്രാർത്ഥിക്കണം, ചില കാര്യങ്ങൾ വരുമ്പോൾ രഹസ്യമായിട്ട്. അത് പറ്റത്തില്ല.
പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസവും പ്രാർത്ഥന ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രാർത്ഥന ആവശ്യമാണ്. ചില വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക, ചില വിഷയം വരുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് തുടങ്ങുക, അല്ലെ പോവുക. അത് പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് രണ്ട് വിധത്തിലെ കമ്പാർട്ട്മെൻ്റ് ജീവിതത്തിൽ പാടില്ല. ദൈവത്തെ ചേർത്തും ദൈവത്തെ ഇല്ലാതെ പാലിക്കുന്ന യാത്ര നമുക്ക് പറ്റുകയില്ല. അതായത് സഭയിൽ കടന്നു വരുമ്പോൾ ഒരു ഭാഷയും സഭയ്ക്ക് പുറത്ത് വേറൊരു ഭാഷയും, കുടുംബത്തിൽ ഒരു രീതിയും സമൂഹത്തിൽ വേറൊരു രീതിയും, രണ്ട് ജീവിത നിലവാരം നമുക്ക് പറ്റുകയില്ല. അതിന് പോകാനായിട്ട് നമുക്ക് സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റാൻഡേർഡ്, ഒരേ ഒരു സ്റ്റാൻഡേർഡ്, ആ സ്റ്റാൻഡേർഡ് എല്ലാ മേഖലയിലും ഉണ്ടായിരിക്കും. അത് കുടുംബത്തിൽ വരുമ്പോഴും സഭയിൽ വരുമ്പോഴും സമൂഹത്തിലായിരിക്കുമ്പോഴും ബിസിനസ് രംഗത്തായിരുന്നാലും സ്കൂൾ കോളേജ് തലങ്ങളായിരുന്നാലും ശുശ്രൂഷ രംഗത്തായാലും ഒറ്റ സ്റ്റാൻഡേർഡ് നമുക്കുള്ളൂ. ഒന്നിലധികം സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമുക്കില്ല. ഒറ്റ സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് പാലിക്കണം. ഇവിടെ യാക്കോബ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, നിങ്ങളുടെ ഇടപാടുകൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ സംസർഗങ്ങൾ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ യെസ് അല്ലെങ്കിൽ നോ, ഉവ്വ് എന്നും ഇല്ല എന്നും, രണ്ട് ജീവിത അനുഭവങ്ങൾ നമുക്ക് പറ്റുകയില്ല. അതുകൊണ്ട് യാക്കോബ് പറഞ്ഞ അവസാനത്തെ മനോഹരമായിട്ട് അവസാനിപ്പിക്കുന്നത്, നിങ്ങൾ ധന്യമായ ഒരു ജീവിതം കാഴ്ചവെപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ശ്രേഷ്ഠരമായിരിക്കുന്ന ഒരു ജീവിതം കാഴ്ചവെപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇയ്യോബിനെ പോലെ സംശുദ്ധമായിട്ടുള്ള കരകളഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായി തീരണമെന്നുണ്ടെങ്കിൽ ബി ട്രാൻസ്പെറൻറ്റ്. ബി ട്രാൻസ്പെറൻറ്റ്. യെസ് അല്ലെങ്കിൽ നോ, ഒറ്റ സ്ട്രൈറ്റ് വഴി, ഒരു സ്റ്റാൻഡേർഡ്. ആ സ്റ്റാൻഡേർഡ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിക്കണം എന്ന് യാക്കോബ് ഇവിടെ ഓർപ്പിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാണ് യാക്കോബ് അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രയോ നല്ല ഒരു ഉപദേശമാണ്, നല്ലൊരു മാതൃകയാണ് യാക്കോബ് കാണിച്ചു തരുന്നത്. വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തെയും ഈ നിലവാരത്തിൽ കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ജീവിതത്തിൽ കടന്നു വരുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എങ്ങനെ പ്രവാചകന്മാർ അതിനെ അഭിമുഖീകരിച്ചുവോ, എങ്ങനെ അവർ തരണം ചെയ്തുവോ, അതുപോലെ തരണം ചെയ്യുവാൻ കൃപ തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥനിൽ ആയിരിക്കാം. അതിനുവേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.